2021 ഡിസംബർ മാസം 11 രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം 4 മണിയോടുകൂടി കലൈവാണി എന്ന വീട്ടമ്മ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ തന്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ കാണാനില്ല. കുറച്ചു സമയം കാത്തിരുന്നിട്ട് മകളുടെ കയ്യിലുണ്ടായിരുന്ന ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ്. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് വന്നത്. തൊട്ടടുത്ത് എവിടെയെങ്കിലും കാണുമെന്ന് കരുതി അവളെ തിരയാൻ തുടങ്ങി. പക്ഷെ എവിടെയും കണ്ടില്ല. അവളുടെ കൂട്ടുകാർ, ബന്ധുക്കൾ എല്ലാവരോടും മകളെ കണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അവളെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ആ ഏരിയയിലുള്ള കടയിട്ടിരിക്കുന്ന ഒരാൾ നിങ്ങളുടെ മകൾ രാവിലെ 10:30 ആരോടോ ഫോൺ സംസാരിച്ചിട്ട് പോകുന്നത് കണ്ടു എന്ന് പറയുന്നു. ഉടനെ എന്ത് ചെയ്യണമെന്നറിയാതെ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി മകളെ കാണാനില്ല എന്ന ഒരു കംപ്ലൈന്റും കൊടുക്കുന്നു. അവിടെ നിന്ന് മറ്റൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞയക്കുന്നു. അവിടെയും പോയി കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നു. എന്നാൽ 4 ദിവസമായിട്ടും കൊടുത്ത കംപ്ലൈന്റിന് യാതൊരുവിധ മുന്നേറ്റവുമില്ല. മകൾ എവിടെ പോയി, അവൾക്ക് എന്ത് സംഭവിച്ചു, ഒന്നും തന്നെ അറിയില്ല. അപ്പോഴാണ് സരവൻപെട്ടി യമുനൈ നഗർ എന്ന സ്ഥലത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് ഭയങ്കരമായ ദുർഗന്ധം വരുന്നതായി ചുറ്റും താമസിച്ചിരുന്നവർ പറയാൻ തുടങ്ങി. അവർ അവിടെയുള്ള ക്ലീനിങ് സ്റ്റാഫ്സിനോട് ഇത് പറഞ്ഞു. അതനുസരിച്ച് ഡിസംബർ മാസം 16 വ്യാഴാഴ്ച അവിടെ പോയ ക്ലീനിങ് സ്റ്റാഫ്സ് ആ കുറ്റിക്കാട്ടിൽ എന്ത് ദുർഗന്ധം വരുന്നുവെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ചാക്കുള്ളത് കാണുന്നു. അതിൽ നിന്നാണ് ആ ദുർഗന്ധം വരുന്നത്. അതിൽ എന്താണ് ഉള്ളതെന്ന് പരിശോധിക്കുന്നു. അവിടെ അവർ കണ്ടത് അഴുകിയ അവസ്ഥയിൽ ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്ത് കൈകാൽ തല എല്ലാം ചേർത്ത് കെട്ടി വായിൽ തുണി കൊണ്ടടച്ച് ഒരു ചെറിയ കുട്ടിയുടെ ശരീരം. ഉടനെ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസും ബോഡി ശേഖരിച്ച് അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അയക്കുന്നു. ഈ മരിച്ച അവസ്ഥയിൽ കണ്ടെത്തിയ കുട്ടി മറ്റാരുമല്ല, ഡിസംബർ മാസം 11 തന്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരമ്മ കംപ്ലൈന്റ് കൊടുത്തിരുന്നല്ലോ, അതേ കുട്ടിയാണ്. കാണാതായി 4 ദിവസം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്ത് വെറും 150 മീറ്റർ മാറിയുള്ള ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് ഇങ്ങനെ അഴുകിയ അവസ്ഥയിൽ കണ്ടുപിടിക്കുന്നു. ആരാണ് ഇങ്ങനെ ചെയ്തത്? ആ 14 വയസ്സുള്ള പെൺകുഞ്ഞിന് സത്യത്തിൽ എന്താണെന്ന് സംഭവിച്ചത്? കോയമ്പത്തൂരിലെ ശിവാനന്ദപുരത്ത് താമസിക്കുന്ന കലൈവാണി എന്ന വീട്ടമ്മയ്ക്ക് 2 പെൺമക്കളാണുള്ളത്. രണ്ടാമത്തെ മകൾ തൊട്ടടുത്ത ഗവൺമെന്റ് സ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുന്നു. മൂത്ത മകൾ തൊട്ടടുത്ത ഒരു തുണിക്കടയിൽ ജോലിക്ക് പോകുന്നു. ഇവർക്ക് അച്ഛനില്ല. 8 വർഷമായി കലൈവാണി തന്റെ ഭർത്താവിനെ പിരിഞ്ഞാണ് താമസിക്കുന്നത്. കലൈവാണി കെട്ടിട ജോലിക്ക് പോയാണ് 2 പെൺമക്കളെയും നോക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സമയത്താണ് ഡിസംബർ മാസം 11 കലൈവാണി ജോലിക്ക് രാവിലെ പോകുന്നു. മൂത്ത മകൾ തുണിക്കടയിലും ജോലിക്ക് പോകുന്നു. അന്ന് സ്കൂളിൽ ലീവായതിനാൽ ഇളയ മകൾ മാത്രം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ വൈകുന്നേരം 4 മണിക്ക് കലൈവാണി വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മകളെ കാണാനില്ല. തിരയുന്നു, കംപ്ലൈന്റ് കൊടുക്കുന്നു. 4 ദിവസം കഴിഞ്ഞ് അഴുകിയ അവസ്ഥയിൽ തന്റെ മകളെ കണ്ടുപിടിച്ചത് കണ്ട് പൊട്ടിക്കരയുകയാണ് ആ അമ്മ. പോലീസ് അന്വേഷണം തുടങ്ങി. തീർച്ചയായും ഇത് പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമായിരിക്കും എന്ന ദിശയിലേക്കായിരുന്നു പോലീസിന്റെ അന്വേഷണം. ഇപ്പൊ മരിച്ച കുട്ടിയുടെ ഫോൺ കോൾസ് പരിശോധിക്കുന്നു. ആരോടാണ് അവസാനമായി സംസാരിച്ചത്, അവസാനമായി ആരിൽ നിന്നാണ് കോള് വന്നതെന്ന് നോക്കുന്നു. കാരണം ആ ഏരിയയിലെ കടക്കാരൻ ഒരാൾ അന്ന് രാവിലെ 10:30 മകൾ ആരോടോ ഫോൺ സംസാരിച്ചിട്ട് പോയത് കണ്ടുവെന്ന് കലൈവാണിയോട് പറഞ്ഞല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഫോൺ കോൾസ് പരിശോധിക്കുന്നു. അവസാനമായി അവരുടെ കുടുംബ സുഹൃത്തായിട്ടാണ് അവൾ സംസാരിച്ചതെന്നും കണ്ടുപിടിക്കുന്നു. അയാൾ 44 വയസ്സായ മുത്തുകുമാർ. അയാളെ പോലീസ് വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. മുത്തുകുമാർ പറഞ്ഞത്, ഞാൻ ഇവരുടെ കുടുംബ സുഹൃത്താണ്. കലൈവാണിയിൽ നിന്ന് കുറച്ച് സ്വർണം ഞാൻ കടം വാങ്ങിയിരുന്നു. അത് തിരികെ കൊടുക്കാൻ ഡിസംബർ മാസം 11 കലൈവാണിയുടെ വീട്ടിൽ വന്ന് നോക്കി. അപ്പോൾ വീട്ടിൽ അവരുടെ ഇളയ മകൾ മാത്രമാണ് ഒറ്റയ്ക്കിരുന്നത്. അവൾക്ക് ഞാൻ സ്വർണം വാങ്ങിയതറിയാം. അതിനാൽ അവളുടെ കയ്യിൽ 2 പവൻ സ്വർണം തിരികെ കൊടുത്തിട്ട് അമ്മ വന്നാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നും പോയി. ഇങ്ങനെയായിരുന്നു മുത്തുകുമാർ പറഞ്ഞത്. അയാൾ പറഞ്ഞതനുസരിച്ച് ആ കുട്ടി 2 പവൻ സ്വർണവും വാങ്ങിയിട്ട് മറ്റാരോടൊപ്പമോ ഒളിച്ചോടിപ്പോയോ എന്ന രീതിയിൽ പോലും പോലീസ് ചിന്തിക്കാൻ തുടങ്ങി. എങ്കിലും പോലീസിന് മുത്തുകുമാറിനെ സംശയമുണ്ടായിരുന്നു. അതിനാൽ തിരിച്ചും മറിച്ചും അയാളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇത്തവണ അയാൾ പറഞ്ഞത്, ആ മരിച്ച കുട്ടിയുടെ മുത്തശ്ശിക്കും മറ്റൊരാൾക്കും തെറ്റായ ഒരു ബന്ധമുണ്ട്. ഒരുപക്ഷെ അവർ കുട്ടിയെ ഇങ്ങനെ ചെയ്തിരിക്കാമെന്ന് കഥ തലകീഴാക്കി മാറ്റി പറഞ്ഞു. ഇപ്പോൾ പോലീസിന്റെ സംശയം മുഴുവനും മുത്തുകുമാറിലേക്ക് മാറുകയാണ്. അങ്ങനെ
അവനെ ചോദ്യം ചെയ്യേണ്ട വിധത്തിൽ തന്നെ ചോദ്യം ചെയ്തു. ആ സമയത്താണ് സത്യത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അയാളുടെ വാഗൊണ്ട് തന്നെ പറഞ്ഞത്. മുത്തുകുമാർ മരിച്ച കുട്ടിയുടെ കുടുംബ സുഹൃത്തായിരുന്നു. അയാൾക്ക് വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. എങ്കിലും മരിച്ച കുട്ടിയുടെ അമ്മ കലൈവാണിയുമായി MKക്ക് ചില പണമിടപാടുകൾ ഉണ്ടായിരുന്നു. അതിൽ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. MK കലൈവാണിയിൽ നിന്ന് 2.5 പവൻ സ്വർണവും 50,000 രൂപയും അതുപയോഗിച്ച് പുതിയ സ്വർണം വാങ്ങിത്തരാം എന്ന് പറഞ്ഞു വാങ്ങുന്നു. അങ്ങനെ പുതിയ സ്വർണം വാങ്ങിത്തരാതെ വാങ്ങിയ സ്വർണം തിരികെ തരാതെയും ഒരുപാട് നാളായി പറ്റിക്കുകയായിരുന്നു. അപ്പോഴാണ് ഡിസംബർ മാസം 11-ാം തീയതി കലൈവാണിയുടെ വീട്ടിലേക്ക് വരുന്നത്. അവിടെ അവരുടെ 2ാമത്തെ മകൾ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. അവളോട് ചെന്നിട്ട് എനിക്കൊരു സഹായം ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. അതിനാ കുട്ടിയും പറഞ്ഞോളൂ, എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ തന്നെ നിന്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് ഞാൻ സ്വർണമെല്ലാം തിരിച്ചു തന്നു എന്ന് പറ. എന്റെ കയ്യിൽ സ്വർണമുണ്ട്, ഞാൻ വീട്ടിൽ പോയി അതെടുത്തിട്ട് വരാമെന്നും പറഞ്ഞു. അയാൾ പറഞ്ഞതനുസരിച്ച് അവളും മുത്തുകുമാർ വന്ന് സ്വർണം തന്നിട്ട് പോയി എന്ന് അമ്മയെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് മുത്തുകുമാർ ശരി വീട്ടിൽ പോയി ഞാൻ സ്വർണം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നു. എന്നാൽ അങ്ങനെ പോയ അയാൾ വീട്ടിൽ ചെന്നിട്ട് വീണ്ടും ആ കുട്ടിക്ക് ഫോൺ ചെയ്തിട്ട് നീ തന്നെ വീട്ടിലേക്ക് വന്ന് സ്വർണം വാങ്ങിയിട്ട് പോയെന്ന് പറയുകയാണ്. അവളും ശരിയെന്ന് പറഞ്ഞ് മുത്തുകുമാറിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അയാളുടെ വീട്ടിലെത്തി അവളോട് അല്പസമയം കാത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് വീടിന്റെ കതകുകളടച്ച് ആ ചെറിയ കുട്ടിയോട് വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി. അവൾ അത് അല്പം പോലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പരമാവധി അവൾ ശ്രമിച്ചു. ഉടനെ അവളുടെ വായിൽ തുണി തിരികെ കയറ്റുകയും തലയിൽ ശക്തമായി അടിക്കുകയും ചെയ്തു. അതിൽ സംസാരിക്കാനോ ശ്വാസം വിടാൻ കഴിയാതെയോ അവൾ താഴേക്ക് വീഴുകയാണ്. താഴെ വീണ് കിടന്ന ചെറിയ കുട്ടിയെ റേപ്പ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞാണ് അവൾ മരിച്ചു കഴിഞ്ഞു എന്ന കാര്യം തന്നെ മുത്തുകുമാർ അറിയുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ കൈകാൽ തലയെല്ലാം ഒരുമിച്ച് ചേർത്ത് കെട്ടി ഒരു പ്ലാസ്റ്റിക് ബാഗിലിട്ട് ബെഡ്ഷീറ്റ് കൊണ്ട് ചുറ്റി ആൾ സഞ്ചാരമില്ലാത്ത ആ കുറ്റിക്കാട്ടിൽ കൊണ്ടുവന്നിട്ടു. അത് കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്തതുപോലെ അഭിനയിക്കാൻ തുടങ്ങി. കലൈവാണി എന്റെ മകളെ കാണാനില്ല എന്ന് മുത്തുകുമാറിനോട് പറഞ്ഞപ്പോൾ പോലീസിനോട് അവൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സ്വർണം കൊടുത്തു, ഒരു പക്ഷെ അതെടുത്തിട്ട് ആർക്കൊപ്പമെങ്കിലും ഒളിച്ചോടി പോയിട്ടുണ്ടാകുമെന്ന് കുടുംബക്കാരോടും ചുറ്റുമുള്ളവരോടും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. കലൈവാണി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോൾ പോലും മുത്തുകുമാർ കൂടെ ഉണ്ടായിരുന്നു. തന്റെ മകളുടെ അഴുകിയ ശരീരം കണ്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ പോലും അതിന്റെ കൂടെ നിന്ന് കരഞ്ഞ് നിലവിളിയിട്ട് അഭിനയിക്കുകയായിരുന്നു മുത്തുകുമാർ ചെയ്തത്. കലൈവാണിയെയും കുടുംബത്തിനെയും മാത്രമല്ല പോലീസിനെയും ദിശ മാറ്റാൻ അയാൾ ശ്രമിച്ചു. സത്യമെല്ലാം അറിഞ്ഞ പോലീസ് ഉടനെ അവനിൽ നിന്ന് 4.25 സ്വർണം തിരിച്ചെടുക്കുന്നു. ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 302 പണിഷ്മെന്റ് ഫോർ മർഡർ, സെക്ഷൻ 201 തെളിവ് നശിപ്പിക്കൽ, കൂടാതെ പോക്സോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ അബ്യൂസ് ഈ നിയമങ്ങളുടെ കീഴിൽ കേസ് ഫയൽ ചെയ്യുന്നു. പോക്സോ വിചാരണയ്ക്കായിട്ടുള്ള പ്രത്യേക കോടതിയിൽ ഹാജരാക്കുകയും അയാളെ സബ് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പേർക്കറിയാം സ്ത്രീകൾ, ചെറിയ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരായിരിക്കണമെന്ന്. എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സിറ്റുവേഷൻ വളരെ മോശമായി മാറാം. നമുക്ക് നന്നായി അറിയാവുന്നവരായിരിക്കാം സന്ദർഭങ്ങൾ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുക. അതിനാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മളായി ഉണ്ടാക്കാതിരിക്കുക. ആ സന്ദർഭത്തിൽ ചെന്ന് ചാടാതിരിക്കുക. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.